കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിലവുകൾക്കായി പണം കണ്ടെത്താൻ നട്ടം തിരിയുകയാണ് സർക്കാർ. ഈ സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികൾ സംബന്ധിച്ചും ലഭ്യമാക്കേണ്ട തുക സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികൾക്കുമുള്ള കേന്ദ്ര വീതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. ലൈഫ് മിഷൻ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ജൽജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളുടെ എല്ലാം കേന്ദ്രവിഹിതം കൃത്യമായി നൽകിയിട്ടും തുക വകമാറ്റി ചിലവഴിക്കുന്നത് കാരണം പദ്ധതികൾ നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം നേടിയെടുക്കാനുള്ള നീക്കം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ഇത് കേന്ദ്ര സർക്കാർ കൈമാറുന്നതിന് വേണ്ടിയാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂടുതൽ കേന്ദ്ര സഹായം നേടിയെടുക്കാനുള്ളൊരു ശ്രമമാണ് ഇത് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആരോഹിണി, സംസ്ഥാനം നീങ്ങുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. ഇനി പുതുവർഷമാകുന്ന സമയത്ത് ചിലവുകൾക്കായി പണം കണ്ടെത്താനാകാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. കാരണം അമിതമായി ചിലവും ഈ ലഭിക്കുന്ന പണം മുഴുവൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അതുവഴി സംസ്ഥാനത്ത് ഒന്നിനും പണമില്ല. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്, KSRTC ജീവനക്കാർക്ക് ശമ്പളമുണ്ട്, സംസ്ഥാനത്തെ മറ്റെല്ലാ പദ്ധതികളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഈ രീതിയിൽ കുറെ പണം വാങ്ങിയെടുക്കുക, അതിനുള്ളൊരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഓരോ വകുപ്പുകൾക്കും ധനവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനോടും തദ്ദേശ വകുപ്പിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഒക്കെ തന്നെ പലതരത്തിലുള്ള പദ്ധതികൾ, അതായത് നിലവിലുള്ള പദ്ധതികൾ, ഇനി പുതുതായുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള പദ്ധതികളുടെ വിവരങ്ങൾ, എത്ര രൂപ വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു വിവരങ്ങൾ ഉടൻ തന്നെ ധനവകുപ്പിന് കൈമാറാനാണ് നിർദ്ദേശം. അത് എല്ലാ വകുപ്പുകൾക്കും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ഈ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറാനുള്ള നീക്കമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നിലവിൽ തന്നെയുള്ള പല പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതിയാണെങ്കിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെങ്കിലും ജൽജീവൻ മിഷൻ ആണെങ്കിലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി സംസ്ഥാനം ഒരുമിച്ച് ചെയ്യുന്ന പദ്ധതികൾ, ഈ പദ്ധതികൾക്കൊക്കെ തന്നെ 60%, 40% എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഫണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൃത്യമായ സമയത്ത് തന്നെ സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ അത് വകമാറ്റി ചിലവഴിക്കുകയും അതുകൊണ്ട് തന്നെ പല പദ്ധതികളും സംസ്ഥാനത്ത് നിലയ്ക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് ലൈഫ് മിഷൻ പദ്ധതിയാണെങ്കിലും ആ രീതിയിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം മറ്റു പല കാര്യങ്ങൾക്കും വിനിയോഗിക്കുന്നത് വഴി പല വീടുകളും ഇത്തരത്തിൽ അതിന്റെ പണികൾ പൂർത്തിയാകാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയിട്ട് കോടികളാണ് കൃത്യ ഇടവേളകളിൽ കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതും ഇതേ രീതിയിൽ സ്വകാര്യ ആശുപത്രികൾക്കുൾപ്പെടെ പണം നൽകാത്തത് കൊണ്ട് ആ പദ്ധതിയും മുടങ്ങിക്കിടക്കുന്നു. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. അപ്പോൾ വലിയ രീതിയിൽ കടക്കണിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇനിയും കൂടുതൽ തുക വാങ്ങിച്ചെടുക്കുക, അതാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടാണ് ധനവകുപ്പ് ഇപ്പോൾ എല്ലാ വകുപ്പുകൾക്കും ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന പുതിയ പദ്ധതികൾ, നിലവിലുള്ള പദ്ധതികൾ, എത്ര രൂപ വാങ്ങിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഹിണി. ശരി രശ്മി, എന്തായാലും കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ വിവിധ പദ്ധതികൾ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കാനാണ്. കാരണം അങ്ങനെ കൈമാറുന്നതോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ധനസമാഹരണം ഇത് തന്നെയാണ് സംസ്ഥാന. എന്നാൽ ആ കിട്ടുന്ന പണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുമാത്രമല്ല, ഈ ഇന്ന പദ്ധതികളാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ സമർപ്പിക്കുന്നത് റിപ്പോർട്ട്. കൃത്യമായി ആ പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചാൽ തന്നെ നമുക്കറിയാം ഇവിടെ എത്തുമ്പോഴത്തെ സാഹചര്യം. പദ്ധതികളൊക്കെ അട്ടിമറിക്കുന്നു, പദ്ധതികൾ മാറ്റുന്നു, പണം വേറെ വഴിക്ക് തന്നെ പോകുന്ന കാഴ്ച.